ഹായ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഒരുപാട് നാളായി നമ്മളെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഈ ആൾട്ടോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടാ, കുറച്ച് നാളായി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മഴക്കാലമായി, വണ്ടി ഇപ്പോൾ ഇടുന്നത്. അപ്പം ഷെഡ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മഴക്കാലത്ത് പോകുമ്പോൾ നമ്മുടെ സ്റ്റാറാട്ടാ ഇത് വണ്ടീൻ്റെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ വെള്ളം നൈസായി വരുന്നുണ്ട്. വെള്ളം നൈസായിരുന്നു ഈ ഒരു വശത്ത് കണ്ട, ആ ഒരു വശത്തും പിന്നെ ഇവിടെ വെള്ളം കണ്ട കൊട്ടാരം കണക്ക് നിറഞ്ഞിരിക്കണ്ട, കുളം പോലെ നിറഞ്ഞിട്ടുണ്ട്. ഇത് വിഷയം ഇതാണ്. ഇതിലെ വെള്ളം വരുന്നൊരു പിടുത്തമില്ല. എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ എവിടെയാണ് വെള്ളം കയറുന്നൊരു പിടുത്തമില്ല. ഇതിലിപ്പോൾ വെള്ളം വരുന്നതായിട്ട് തോന്നുന്നത് ഈ ഒരു ഗ്യാപ്പ് കണ്ട, ഈ ഒരു ഗ്യാപ്പും ഈ ഒരു സൈഡ് കണ്ട, ഈ ഒരു സൈഡ് വഴിയാണ് വെള്ളം ഇറങ്ങിപ്പോകുന്ന എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ ഹോളും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഈ ഒരു ഗ്യാപ്പിൽ. പക്ഷെ എന്താണ് പ്രശ്നം, എങ്ങനെയാണ് ഇവിടെ വെള്ളം എത്തുന്നൊരു പിടുത്തമില്ല കേട്ടോ. സംഭവം ഭയങ്കര മോശം പരിപാടിയായിരുന്നു. ഇപ്പോൾ വണ്ടി എടുത്തു പക്ഷേ കണ്ടോ ഇവിടെ കണ്ടോ വെള്ളം, ആ വെള്ളം വന്ന് നിറയുന്ന കീടിയാണ്. അതാണ് ഇപ്പോൾ പ്രശ്നമായത്. എന്താണ് പ്രശ്നം എന്നല്ല അറിയുന്നൊരു കമൻറ്റ് ചെയ്യട്ടെ. സംഭവം ഇത് ഹോളൊന്നും കാണുന്നില്ല. പിന്നീട് ബീഡിങ്ങിൻ്റെ കൂടെ ഇടയിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. അതിന് കുറച്ചാന്ന് പറയാം, ബീഡിങ്ങിൽ മാറ്റണം. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിയാലോ വിഷയമാണ്, മനസ്സിലായോ? അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ട് വാങ്ങുക. ഇതെന്താണെന്ന് പ്രശ്നം എന്ന് ആർക്കും അറിയില്ല, എനിക്കറിയില്ല, മനസ്സിലായില്ല. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ഒരുപാട് നാളായി. ഇപ്പോൾ പണിക്ക് പോകുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചിലവ് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല. നീ കുറച്ച് അങ്ങോട്ട് പോ, നീ ചെളിയാക്കല. ഞങ്ങൾ ഉണ്ട് കേട്ടാ, ഇനി ഉണ്ടെന്ന് വിളിക്കല്. എന്ത് പോ അപ്പുറം പോരി. ഇപ്പോൾ വീഡിയോയും കാര്യങ്ങളും ഇടാതെ കുറേ ആയി. അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുത്തട്ടാ. കണ്ടൻറ്റ് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വണ്ടിക്കാർ വിളിക്കുന്നുണ്ട്. അതായത് ഓഫ് റോഡിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറി പോകുന്നത്. അതിൻ്റെ സാഹചര്യം കിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തായി എന്തായാലും ഈ ഒരു മാസം എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടാലേ പറ്റൂ. കാരണം നമുക്ക് എല്ലാ യൂട്യൂബിൽ പൈസ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ മോണിറ്റൈസേഷൻ സംഭവമല്ലേ, ആ കൂടുതൽ പൈസ വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നത് നിർത്തി വന്നത്. പിന്നെ കണ്ടൻറ്റ് പറയുമ്പോൾ പണിയെടുക്കാൻ പോയ സമയം വൈകുന്നേരം വന്ന് നമുക്കിപ്പോൾ ഒരു വണ്ടിക്കാരെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചിലവ് കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെല്ലാം ആകുമ്പോഴാണ് ഞാൻ ആ പരിപാടി കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ പണി അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങിയത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ സാധനം നോക്കേണ്ടത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം പെട്ടെന്ന് പോകുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ഇനി വീഡിയോയുടെ പുറകെ നടന്നിട്ട് ഇനി എങ്ങനെയെങ്കിലും അക്കൗണ്ട് കുറച്ച് റീച്ചാക്കി കൊണ്ടുവന്നാലേ പറ്റൂ എന്നൊരു ചിന്തയുടെ ഉള്ളിൽ. അപ്പോൾ 2 പ്ലാനുണ്ട്. ഒന്ന് നമ്മുടെ ഓട്ടോ എടുത്തിട്ട് അത് ഞാൻ പിന്നെ പറയാം. ഓട്ടോ എടുത്തിട്ടുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. പിന്നെ ഇവിടുത്തെ വണ്ടിക്കാർ ഓഫ് റോഡ് വഴി മരം എടുത്തിട്ട് ഓഫ് റോഡ് ഇറങ്ങി വരുന്ന വഴിയും ചെളിയിൽ കൂടെ പോകുന്ന വഴിയിൽ കൂടെ പോകുന്നതും എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. വണ്ടിക്കാരെ വിളിക്കുന്നുണ്ട് ഓഫ് റോഡ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇനി പരമാവധി അവരെ കൂടെ പോയിട്ട് വീഡിയോ എടുക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. കാരണം ഇവിടെ എനിക്ക് ചങ്ങായി പറഞ്ഞ ഒരുപാട് കുന്നിറങ്ങി വരുന്ന കുറേ അത്ര നല്ല ഓഫ് റോഡ് ചെളി എന്ന് പറഞ്ഞാൽ അത്ര ചെളി വരുന്ന അടിപൊളി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ നല്ല റോഡിലെ കൂടെ വരുന്ന വീഡിയോയിലും കാണാൻ നല്ല രസമായിരിക്കില്ലേ. എന്നാൽ അതെല്ലാം പോയി കവർ ചെയ്യണം അവരെ കൂടെ. ഇന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. ഇന്ന് ഹിറ്റാച്ചിൻ്റെ. അപ്പോൾ നാളെ ട്രാക്ടറിൻ്റെ എല്ലാം വീഡിയോ എടുക്കാൻ വന്നായിരുന്നു പറഞ്ഞോട്. അപ്പോൾ നാളെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ പോകും. ട്രാക്ടറുണ്ട്, പിക്കപ്പ് ഉണ്ട്, പിന്നെ ലോറി ഉണ്ട്. ഇതെല്ലാം ചെളിയിൽ കൂടെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കണം. എന്തായാലും ഈ വീഡിയോയുടെ പുറകെ നടന്നാലേ കാര്യമില്ലൂ. കാരണം ഇതിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഞാനെല്ലാം വാങ്ങിക്കൂട്ടിയിട്ട് എനിക്ക് ഇനി വീഡിയോ ചെയ്യാതെ ഇതിൽ നിന്ന് വരുമാനം കിട്ടാതിരുന്നാൽ വളരെ നഷ്ടമാണ്, എനിക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് പറ്റുന്ന പറയുമ്പോൾ ഞാനിത് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി ഞാൻ ഒരുപാട് ഒരു 3 മാസം അത് ഫോൺ വാങ്ങിയിട്ട് ഒരു 3 മാസം വീഡിയോയിൽ അത് യൂട്യൂബ് റീച്ചായി അതിൽ നിന്ന് ബാലൻസ് കിട്ടി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് 3 മാസത്തിൽ തട്ടിമുട്ടി പോയത്.
പക്ഷേ 3 മാസത്തിനുള്ളിൽ എനിക്ക് മോണിറ്റൈസേഷനായി, അക്കൗണ്ടിലായി. പക്ഷേ ഞാൻ ഇടുന്ന വീഡിയോക്ക് റീച്ച് ഉണ്ടായില്ല. പിന്നെ നമുക്ക് കയ്യിൽ ബാലൻസ് ഇല്ലാത്ത സമയത്ത് പണിക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ, ഞാൻ ഈ യൂട്യൂബിൽ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഇടാൻ പറ്റാണ്ട എന്നൊരവസ്ഥ വന്നു. പിന്നെ ഞാൻ തട്ടിമുട്ടി വീട്ടിൽ എൻ്റെ 3 വണ്ടീനെ കുറിച്ചുള്ള കാര്യങ്ങളായിട്ട്, ഞാൻ ഓട്ടൻ്റെ കണ്ടന്റിലെ കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ച് തട്ടിമുട്ടിയും പോയി. പിന്നീട് ഞാൻ എപ്പോഴും ഇത് കാണിക്കുന്നതിൽ കാര്യമില്ല, ഞാനിപ്പോൾ ഇതിപ്പോൾ പറഞ്ഞത് ഇതൊരു കണ്ടൻറ് ആവട്ടെ വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നല്ലൊരു ഓഫ് റോഡ് വീഡിയോ ആയിട്ടുള്ള ഓഫ് റോഡും എന്തായാലും ഞാൻ യൂട്യൂബിൽ ഈ ഒരു മാസം എനിക്കൊരു 10-15 വീഡിയോ ഇട്ടാലേ പറ്റൂ. വീഡിയോ ഇട്ടിട്ട് പരമാവധി പരമാവധി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന കേട്ടോ. രക്ഷപ്പെടുന്ന രക്ഷപ്പെടട്ടെ, ഞാൻ ഉള്ളിൽ രക്ഷപ്പെട്ട് പറയുന്നത് കേട്ടോ. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ വാങ്ങിയത് നല്ലൊരു പൈസ ചിലവാക്കിയിട്ടാണ് എൻ്റെ ഈ ഫോണിനെ വാങ്ങിയത്. അപ്പോൾ ഈ ഫോണിന് അത്രയും വിലയുണ്ട്. അപ്പോൾ ആ വിലയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണം യൂട്യൂബിൽ നിന്ന്. അത് കിട്ടാതെ ഞാനിപ്പോൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം അത് ഞാൻ സൂക്ഷിച്ച പൈസയാണ് ആ ഫോണിന് കൊടുത്തത്. അപ്പോൾ ഈ ഫോൺ വഴി തന്നെ എനിക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും. അപ്പോൾ എന്നാണ് എൻ്റെ ലക്ഷ്യം. കാരണം ലൈഫ് സെറ്റാവുകയാണെങ്കിൽ യൂട്യൂബ് കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്. പക്ഷേ യൂട്യൂബിൽ രക്ഷപ്പെടുന്നു വിചാരിച്ചുകൊണ്ട് ചെയ്തൊരു സാധനം കേട്ടോ ഫോണിൽ വാങ്ങിയത്. പക്ഷേ എനിക്ക് നല്ല സെറ്റപ്പായി. പക്ഷേ ഞാൻ പിന്നീട് എനിക്ക് എന്താ പറയുക, പൈസേൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ പണിക്ക് പോകേണ്ടി തന്നെ വന്നു. അത് പറ്റിപ്പോൾ. അപ്പോൾ ഇനി മുതൽ നല്ല നല്ല വീഡിയോകളുണ്ടാവും. അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ് കുറേ ആൾക്കാരുടെ അടുത്ത് പോകണം, വീഡിയോ എടുക്കണം. പക്ഷേ അതിന് എനിക്ക് ഇടുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ വണ്ടിക്ക് എണ്ണടിക്കണം, അങ്ങനത്തെ ചിലവുണ്ട്. പിന്നെ ആഴ്ചയിൽ ഓരോ ദിവസം ലോൺ ഉണ്ട്, പിന്നെ മാസത്തിൽ ലോൺ ഉണ്ട്. ഇതെല്ലാം അടക്കണമെങ്കിൽ പണിക്ക് പോകണം. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാനിത് അത്രയും മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു കാര്യമുണ്ട്, ചെയ്താലും പെട്ടെന്ന് വൈറലാവുന്നില്ല. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഏതെങ്കിലും ദിവസം നമ്മുടെ ദിവസമായിട്ട് വരും, അങ്ങനെയുണ്ടാവും. പക്ഷേ ഇനി ഞാൻ എന്തായാലും കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലൂ. അപ്പോൾ ഇനി ഒരുപാട് നല്ലൊരു വീഡിയോ ഉണ്ടാവും. സ്ഥിരം കാണുന്നവരാകാൻ 2-3 ആൾക്കാരെ ഉണ്ടാവും തോന്നുന്നില്ലു. അപ്പോൾ അവരോട് പറയുന്നത് ഞാൻ എന്തായാലും സ്ഥിരം നല്ല വീഡിയോ കിട്ടും, വണ്ടി മാത്രമേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.